നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൽപ്പറ്റയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട മാനന്തവാടി മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിദഗ്ധന് സസ്പെൻഷൻ. ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസിനെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിട്ടും ജോസ്റ്റിൻ ഫ്രാൻസിസ് സർവീസിൽ തുടരുന്നെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ലൈംഗികാതിക്രമത്തിനിരയായ ഡോക്ടറെ SSLC വിദ്യാർത്ഥികളുടെ LD സ്ക്രീനിംഗ് ചുമതലയിൽ നിന്ന് മാറ്റി. DMO വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകി. ഇതിന് പിന്നാലെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള വകുപ്പ് നടപടി. ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ച് ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. പീഡന കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി സർവീസിൽ തുടരുന്നതും ജില്ലയിലെ പഠന വൈഷമ്യമുള്ള SSLC വിദ്യാർത്ഥികളുടെ LD സ്ക്രീനിംഗ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നുവെന്ന വാർത്തയും പുറത്തുവന്നതോടെയാണ് ഇയാളെ മാറ്റി DMO വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവ് നൽകിയത്. വാർത്ത പുറത്തുവന്നതോടെ വിവിധ യുവജന സംഘടനകളും വനിതാ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വയനാട് ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെയും വിമുക്ത പദ്ധതിയുടെയും നോഡൽ ഓഫീസറായിരുന്ന ജോസ്റ്റിൻ ഫ്രാൻസിസ് KGMOA മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഭരണാനുകൂല സംഘടനകളുടെ വഴിവിട്ട പിന്തുണയാണ് അനർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പ്രതിക്ക് തുണയായതെന്നാണ് ആരോപണം. അതേസമയം മറ്റൊരു സംഭവത്തിൽ PF ഓഫീസിൽ വയോധികൻ വിഷം കഴിച്ച് മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. തൃശൂർ പേരാമ്പ്ര സ്വദേശിയും അപ്പോളോ ടയേഴ്സിലെ മുൻ കരാർ ജീവനക്കാരനുമായ ശിവരാമന്റെ മരണത്തിലാണ് കൊച്ചി നോർത്ത് പോലീസ് കേസെടുത്തത്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. അന്വേഷണത്തിൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്ന കാര്യം പരിഗണിക്കുമെന്ന് നോർത്ത് പോലീസ് അറിയിച്ചു. ഇതിനിടെ PF ഓഫീസിലെ ജീവനക്കാരുടെ പേരിൽ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ രാവിലെ കൊച്ചി PF ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം ചേരുമെന്ന് ഫോഴ്സ് എന്ന സംഘടന അറിയിച്ചിട്ടുണ്ട്. ആധാറിലെ സാങ്കേതിക പിഴവ് പറഞ്ഞ് ജീവനക്കാർ 6 വർഷമായി വട്ടം കറക്കിയതിൽ മനനൊന്താണ് അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്ന് മകൻ ശ്രീജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കാൻസർ രോഗിയായ ശിവരാമൻ 6 വർഷം മുമ്പാണ് അപ്പോളോ ടയർ കമ്പനിയിലെ കരാർ ജോലിയിൽ നിന്ന് വിരമിച്ചത്. വിരമിക്കൽ ആനുകൂല്യത്തിനായി അന്ന് തന്നെ അപേക്ഷ നൽകിയിരുന്നു. പിന്നീട് ഓഫീസിൽ പലവട്ടം കയറിയിറങ്ങി. പക്ഷെ നൽകാനുള്ള 80,000 രൂപ അധികൃതർ നൽകിയില്ല. ആധാറിൽ വയസ്സുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പിഴവ് തിരുത്താനാണ് കാരണമായി പറഞ്ഞത്. ഇതിനായി സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖ സ്കൂളിൽ നിന്ന് ലഭ്യമായില്ല. അതില്ലാതെ പണം നൽകാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ കടുപ്പിച്ചു പറഞ്ഞതോടെ വിഷം കഴിച്ചെന്നാണ് മകൻ പറയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30ഓടെയാണ് കലൂരിലെ PF ഓഫീസിനകത്തെ ശുചിമുറിയിൽ ശിവരാമൻ വിഷം കഴിച്ചത്. ഉടൻ PF ഓഫീസിൽ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. PF ഓഫീസിലെ ജീവനക്കാരാണ് തന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് എഴുതിയ ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. സാങ്കേതിക പിഴവുള്ള അപേക്ഷ കാരണമാണ് ആനുകൂല്യ വിതരണത്തിന് തടസ്സമുണ്ടായതെന്നാണ് PF ഓഫീസ് വിശദീകരിക്കുന്നത്. മറ്റ് വീഴ്ചകളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും റീജിയണൽ ഓഫീസ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.